സ്ലീപ്പിംഗ് ഡോഗ്സ് ഇത് വൺ ഓഫ് ദ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇന്നും ഗെയിമേഴ്സിൻ്റെ ഇടയിൽ കാണപ്പെടുന്നത്. കാരണം അത്രയും അപ്രീസിയേഷൻ ഇപ്പോഴും ഈ ഗെയിമിനെ കുറിച്ച് കിട്ടാനുണ്ട്. ഇത് റിലീസായ സമയത്ത് ഡയറക്റ്റ്ലി GTA 5 കൂടെ കമ്പാരിസണിലാണ് പോയത്. കാരണം ഇത് ലോ സ്പെക് PCസിൽ 1.5 GB റാം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്കിത് ലോ സെറ്റിങ്ങിൽ റിസൊല്യൂഷനൊക്കെ കുറച്ച് സ്മൂത്തായിട്ട് കളിക്കുന്ന രീതിയിലാണ് ഈ സ്ലീപ്പിംഗ് ഡോഗ്സ് ഉണ്ടായത്. ഇതൊരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്. നമ്മൾക്ക് കാറ് ഹൈജാക്ക് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ GTA ആയിട്ട് സിമിലർ ആയിട്ട് ഉണ്ടായത് കൊണ്ട് GTA 5 ആയിട്ട് ഡയറക്റ്റ് കമ്പാരിസൺ ഈ ഒരു ഗെയിമിന് വന്നു. സോ കുറേ പേര് GTA 5 നോക്കി എന്നിട്ട് ഈ ഒരു ഗെയിം കളിച്ച് അത് കിട്ടിയില്ലെങ്കിൽ അത് കിട്ടാത്തത് കൊണ്ട് ഇത് കളിച്ചു വന്ന രീതിയിലാണ് സ്ലീപ്പിംഗ് ഡോഗ്സ് കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാവുക. എന്തോ നമുക്ക് കളിച്ചു നോക്കാം അങ്ങനത്തെ രീതിയിൽ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ്, ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുത്തിട്ട് ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ല ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇത് യൂസ് ചെയ്യുന്നതിന് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു റിസ്കിലും കാര്യങ്ങളിലും ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് ഫോളോവേഴ്സിനെ കൂട്ടിയാൽ മതി. സോ ആ വെബ്സൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പം അഗെയിൻ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇതിൽ ഓരോ പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട്. ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ ഓരോന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാം വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ അതിൻ്റെ അകത്ത് ഫോളോവേഴ്സിനെ കൂട്ടാമെന്നുള്ളത്. സോ അതിനുവേണ്ടി ആദ്യം ഇൻസ്റ്റാഗ്രാം ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം ഇവിടെ നമ്മുടെ യൂസർ നെയിം, ഏത് അക്കൗണ്ടിലാണോ ഫോളോവേഴ്സിനെ കൂട്ടേണ്ടത് ആ ഒരു യൂസർ നെയിം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ടാവും. വേറൊരു കാര്യം, ഈ വെബ്സൈറ്റ് ക്രെഡിറ്റ്സിൻ്റെ ബേസിസിലാണ് വർക്ക് ആവുക. സോ നിങ്ങൾക്ക് എക്സ്ട്രാ ക്രെഡിറ്റ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ പിക്ചറിലെ അക്കൗണ്ടോ അങ്ങനെ എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് അതിൻ്റെ അനുസരിച്ച് ക്രെഡിറ്റ്സ് കിട്ടുന്നതായിരിക്കും. സോ ഇപ്പോൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പം അതിനകത്ത് ഫോളോവേഴ്സ് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇപ്പം ഞാൻ അതിൽ കൊടുത്ത അക്കൗണ്ടിൽ ഇത്രയും ഫോളോവേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫ്രണ്ട്സിന് മുന്നിലെല്ലാം പട്ടിച്ചോ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഫോളോവേഴ്സിനെ കൂട്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കളിച്ച് കുറച്ച് അങ്ങോട്ട് എത്തുമ്പം നമ്മൾക്കിങ്ങനെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും, സോ ഇത് ഇത്രയും നല്ലൊരു ഗെയിമായിരുന്നോ എന്ന രീതിയിൽ. ഇതൊരു സെപ്പറേറ്റ് ഒരു സിഗ്നേച്ചർ തന്നെ, സെപ്പറേറ്റ് ഒരു ഫാൻ ബേസ് തന്നെ ഗെയിമേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാക്കാൻ പറ്റി എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ഇതൊരു ഓപ്പൺ വേൾഡ് ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ്. ഗെയിം സെറ്റ് ചെയ്തിട്ടുള്ളത് ഹോങ്കോങ്ങിലാണ്. ഇത് ഇന്നും എടുത്ത് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു ഗ്രാഫിക്സും ആ രാത്രി സമയത്തുള്ള ഒരു സെറ്റിങ്ങും ആ ഒരു ഹോങ്കോങ്ങിൻ്റെ സെറ്റിങ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ പലർക്കും തോന്നിയിരുന്നു. മോസ്റ്റ്ലി അമേരിക്കൻ സൈഡിലുള്ള കൺട്രീസും കാര്യങ്ങളാണ് ഓപ്പൺ വേൾഡ് ഗെയിംസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇതിൽ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ സ്ട്രീറ്റ് ലൈഫും കാര്യങ്ങളും ഇതിൽ എക്സ്പ്ലോർ ചെയ്തത് കൊണ്ട് പുതിയൊരു എക്സ്പീരിയൻസ്. ഈ ഗെയിമിൻ്റെ സ്റ്റോറിയുടെ കാര്യം നോക്കിയാൽ വെയ്ഷൻ ഇവൻ്റെ ജേർണി ഒരു അണ്ടർ കവർ കോപ്പ് എന്ന രീതിയിലാണ് കാണിച്ചിട്ടുണ്ടാവുക. ഓൾസോ ലോയാലിറ്റി, പോലീസ് വേഴ്സസ് ഈ ഗ്യാങ്ങിനോടുള്ള ലോയാലിറ്റി എന്ന രീതിയിൽ കാണിക്കുന്നുണ്ടോ. നമുക്കൊരു സെക്കൻഡിൽ പോലീസാണോ മോശം ഇല്ലെങ്കിൽ ഈ ഗുണ്ടകളാണോ മോശം എന്ന രീതിയിൽ നമ്മൾക്ക് തോന്നും. അങ്ങനത്തെ രീതിയിലാണ് സ്റ്റോറി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവുക. നമ്മളൊരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കാണുമ്പോൾ ഇതിൽ ആരാണ് ശരിക്കും നല്ലവർ, നമ്മൾ ആർക്കൊണ്ട വർക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ രീതിയിൽ പോവും. ഫസ്റ്റ് നമ്മൾ പോലീസായിട്ടുള്ള രീതിയിലാണ് പോവുക. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പോകുമ്പം ആ ഒരു ഗുണ്ടകളുടെ ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾക്ക് തന്നെ കൺഫ്യൂസ് ആവും ആരുടെ സൈഡ് നിൽക്കണം അങ്ങനത്തെ രീതിയിൽ. ഓൾസോ ഇതിന് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇതിലെ സ്ട്രീറ്റ്സും നൈറ്റ് ലൈഫും കൾച്ചറും ലാംഗ്വേജ് മിക്സും ഒക്കെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തരാൻ പറ്റിയിരുന്നു എന്ന് തന്നെ പറയാം. ആ രാത്രി സമയത്തുള്ള സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഒരു നല്ല രസമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ അതിലൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോകാൻ വേണ്ടി. ഓൾസോ ഈ ഗെയിം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക രാത്രി സമയത്താണ്. അതോ സ്ട്രീറ്റിലൊക്കെ കുറച്ചും കൂടി എന്താ പറയുക കാണാനും ആ ലൈറ്റ്സ്, ആ നിയോൺ ലൈറ്റ്സിൻ്റെ കൂടെ കാണാനും മഴയും കൂടി പെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടും ഈ ഗെയിമിൽ നിന്ന്. അത് ഈ ഗെയിം ഇറങ്ങുന്ന സമയത്ത് ആർട്ടിസ്റ്റും കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ടും ഭയങ്കര ഒരു എന്താ പറയുക ഒതൻറ്റിക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയതായിരുന്നു. ഗെയിം പ്ലേയുടെ കാര്യം നോക്കിയാൽ ഒരു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റാണ് മോസ്റ്റ്ലി ഉണ്ടാവുക. നമ്മൾ ഗൺസ് യൂസ് ചെയ്ത് കൊല്ലുന്നതിനെക്കാട്ടിയും ഗൺസും എല്ലാം ഉണ്ട് ഇതിൽ. പക്ഷെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക ഹാൻഡ് ടു ഹാൻഡ് മാർഷൽ ആർട്സ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഫൈറ്റാണ്. അതും ഇതിൽ അത്രയും ഫ്ലൂയിഡായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും. ഫ്ലൂയിഡായിട്ടുള്ള ഫൈറ്റിംഗ് സ്റ്റൈലും എല്ലാം ആ കൊല്ലുമ്പോൾ അടിച്ചിടുമ്പോൾ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ പഞ്ച് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ പാർക്കോറും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് ഈ വാച്ച് ഡോഗ്സ് എല്ലാം വന്നിട്ടുണ്ടായത്. ആ പാർക്കോറും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അധികം അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഈ ഗെയിമിൽ ആ ഒരു പാർക്കോർ മൂവ്മെൻറ്റ്സും ആ ചാടുന്നതും ഓടുന്നതിനും ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്ത രീതിയിലാണ് ഗെയിം പ്ലേ ഫോക്കസ്ഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവുക. ഗൺ ഫൈറ്റ്സും കവർ സിസ്റ്റവും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഇതൊക്കെ ഗെയിമിനൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഹെൽപ്പായിരുന്നു. പിന്നെ ഡ്രൈവിംഗ് മെക്കാനിക്സും നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുവന്നത്. ഓൾസോ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്ഷൻ സീക്വൻസ് ഇല്ലതുപോലെ വണ്ടി ഓടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു വണ്ടിയിൽ നിന്ന് അപ്പുറത്തേക്ക് ചാടുന്നത് പോലെ ഉള്ള കാര്യങ്ങൾ ഇതിൽ കാണിച്ചതായിരുന്നു.
പിന്നെ കുറച്ച് സൈഡ് മിഷൻസും കാര്യങ്ങളും ഉണ്ട്. ഈ കരോക്കെ, കോക്ക് ഫൈറ്റിംഗ് മീൻസ് ഈ കോഴീൻ്റെ തെറ്റരിക്കണ്ട. I am cock eating. What? She's got a great Cock. for herself. Cock eating. What is he saying? Roosters, Nana. Big, huh? Ah, very big. അത് പിന്നെ ഗാംബ്ലിങ് അങ്ങനത്തെ മിനി ഗെയിംസും ഉണ്ട്. അതും നല്ല ഫണ്ണായിട്ട് തന്നെ ഉണ്ടായതായിരുന്നു. പിന്നെ യുണീക്കായിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഗെയിമിൽ കൊണ്ടുവന്നത്, യുണീക്കായിട്ട് എടുത്ത് നിന്നത് നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എൻവിറോൺമെൻറ്റൽ ടേക്ക് ഡൗൺസ്. ഈ സറൗണ്ടിങ്സ് യൂസ് ചെയ്ത് ആൾക്കാരെ ബീറ്റ് ചെയ്യുക, അടിച്ചിടുക, അതൊക്കെ വെപ്പൺസായിട്ട് യൂസ് ചെയ്യുക. കാറിൻ്റെ ബാക്കിൽ അടിച്ചിട്ടിട്ട് പോയിട്ട് ബോഡി വെക്കുക, ഒളിപ്പിച്ച് വെക്കുക. പിന്നെ ഷട്ടർ എടുത്ത് തലക്കടിച്ച് പോലും, അങ്ങനെ കുറേ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗെയിം പ്ലേ എലമെൻറ്റ്സ് ആനിമേഷൻസ് ഇതിലുണ്ടായിരുന്നു. പിന്നെ ഡൈനാമിക് ആയിട്ടുള്ള വെതറും സിറ്റി അറ്റ്മോസ്ഫിയറും. നമ്മൾക്ക് ഇപ്പോൾ ഈ ഗെയിം കളിക്കുമ്പം ഈ 2011-12 സമയത്ത് കളിച്ചതാണെന്ന് തോന്നിപ്പോവും. കാരണം അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സിറ്റിയും ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിങ്ങും ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ആ സമയത്ത് എത്ര മാക്സിമം കൊണ്ടുവരാൻ പറ്റുമോ അത്ര ഈ ഗെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും. കൾച്ചറൽ ഇമ്മേഷൻ എന്ന രീതിയിൽ ഇതിൽ ഫുഡ് സ്റ്റോൾസും പിന്നെ അവിടുത്തെ ലോക്കൽസിൻ്റെ ഡയലോഗ്സും അങ്ങനത്തെ ഫെസ്റ്റിവൽസും അതൊക്കെ ഫോക്കസ് ചെയ്ത് ഈ ഗെയിം ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഗെയിമാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഫെസ്റ്റിവൽസും കാര്യങ്ങളും കാണിച്ച ആ രീതിയിൽ. പിന്നെ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇത് GTA കൂടെ കമ്പാരിസണിന് വന്നായിരുന്നു. GTA 5 കളിക്കാൻ പറ്റിയില്ല. GTA 5 പോലെ വേറെ ഗെയിം നോക്കിയിട്ടായിരിക്കും കൂടുതൽ പേരും ഈ ഗെയിമിലോട്ട് വന്നിട്ടുണ്ടാവുക. ഇതിൻ്റെ ഓപ്പൺ വേൾഡും ആ ക്രൈം വേൾഡ് തീമും അതൊക്കെയാണ്. പിന്നെ കൂടുതലും മാർഷ്യൽ ആർട്സും അങ്ങനത്തെ കാര്യങ്ങൾ ഹോങ്കോങ് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്ത രീതിയിൽ ജാക്കി ചാൻ മൂവി പോലെയൊക്കെ നമ്മൾക്ക് ഇത് തോന്നിയിട്ടുണ്ടാവും. കാരണം ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഈ ഗെയിം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇടയിൽ. ഇനി ക്രിട്ടിക്കലി ആ സമയത്ത് ആൾക്കാർ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടായത് ഇതിൻ്റെ സ്റ്റോറി. ഒന്നാമത് സ്റ്റോറി തന്നെ ക്ലീഷ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, പക്ഷേ അതിൻ്റെ അകത്ത് ഡെപ്തായിട്ട് കുറേ ക്യാരക്ടേഴ്സും അതിൻ്റെ ഉള്ളിലെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്ത് ആ സ്റ്റോറി നമുക്ക് കളിച്ച് ചേർക്കുമ്പോൾ ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടെത്തിയതായിരുന്നു. പിന്നെ കോമ്പാറ്റിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞതുപോലെ അതും സാറ്റിസ്ഫൈങ് ആയിട്ട് നമുക്ക് ഓരോ ആൾക്കാരെ അടിച്ചിടുമ്പം ആ ഒരു മൂവ്സും കാര്യങ്ങളും നമുക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് കളിക്കുമ്പോൾ തന്നെ അടിക്കുക, അങ്ങനത്തെ ഒക്കെ ഇടുന്ന ആവേശം വരും. അങ്ങനത്തെ രീതിയിലാണ് ഉണ്ടായത്. സെറ്റിങ്ങും ഒരു പോസിറ്റീവായിട്ടാണ് ആ സമയത്ത് പറഞ്ഞത്. ഈ ഗെയിമിന് ഇപ്പോഴും ഒരു ഫാൻ ബേസ് ഉള്ളത് കൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഫാൻ ബേസ് തന്നെയുണ്ട്. അത് കാരണം തന്നെ സ്ലീപ്പിംഗ് ഡോഗ്സ് 2 കുറേ കാലം ഫാൻസ് വെയിറ്റ് ചെയ്തതായിരുന്നു. സപ്പോസ് സ്ലീപ്പിംഗ് ഡോഗ്സ് 2 അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹിസ്റ്ററിയിൽ കണ്ട വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ളൊരു സീക്വലായിട്ട് തന്നെ മാറിയിട്ടുണ്ടാവും. സോ ഈ ഗെയിം ഇടയ്ക്കിനായിരുന്നു കളിച്ച് നോക്കാറുണ്ട്. കളിക്കുമ്പോൾ ഇങ്ങനെ പഴയ ഒരു ഫീലും കാര്യങ്ങളും വരുന്നത്. പണ്ടിനായി ഈ ഗെയിം ഭയങ്കര ഹാർഡായിട്ട് കളിച്ചിട്ടുണ്ടായത്. കാരണം ഭയങ്കര ലാഗ് അങ്ങനത്തെ രീതിയിൽ മൗസ് ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ടച്ച് പാഡ് വെച്ചിട്ട് ലാപ്ടോപ്പിൽ അങ്ങനെ കളിക്കുന്നുണ്ടായത്. അപ്പം കുറച്ച് ഹാർഡായിരുന്നു. പക്ഷേ പിന്നീട് ശീലമായി. അങ്ങനത്തെ രീതിയിൽ ഞാൻ കുറേ ഗെയിംസ് കളിച്ച് തീർത്തത് മൗസ് ഇല്ലാണ്ടായിരുന്നു. അതിൽ വൺ ഓഫ് ദ ഗെയിം സ്ലീപ്പിംഗ് ഡോഗ്സ് ആണ്. സോ ഈ ഗെയിം കളിച്ചവരുണ്ടാവും. എന്തായാലും ഈ ഗെയിം കളിക്കാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. സോ കളിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ്, ഈ ഗെയിമിനെക്കുറിച്ചുള്ള ഓർമ്മകളും മെമ്മറീസൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യൂ. സോ ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ല കേസ് ഇറങ്ങുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് എടുത്തിൽ ബെല്ലൈക്കൺ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറൊരു നല്ല വീഡിയോ കാണുന്നവർ ഇങ്ങോട്ട് ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ്. പീസ് ഔട്ട്.